ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പേര് എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ ആഡ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ കറന്റ്ലി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രോബ്ലം തന്നെ അതാണല്ലോ. പലരുടെയും പേര് വോട്ടർ പട്ടികയിൽ ഇല്ല. SIR ഫോം ലഭിക്കാത്തവരുണ്ട്. അങ്ങനെ പല ഇഷ്യൂസും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ നമ്മളുടെ പേര് ചേർക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറോ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഈസി ആയിട്ട് ഇത് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിനായി ആദ്യമേ തന്നെ ഒരു ഗൂഗിൾ ക്രോം എടുക്കുക. ദെൻ ഗൂഗിളിൽ നമ്മൾ voters.eci.gov.in ടൈപ്പ് ചെയ്യാം. നമ്മൾ ഇന്ന് ഫില്ല് ചെയ്യാൻ പോകുന്നത് ഫോം 6 ആണ് കേട്ടോ. നമ്മൾ നേരത്തെ തന്നെ ഇത് ആദ്യമായിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ലോഗിൻ ബട്ടൺ കാണിക്കും. അത് ലോഗിൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇതിനകത്തേക്ക് പോകാൻ കഴിയുകയുള്ളൂ. സോ നമ്മൾ ആദ്യമേ ഇതൊരു ലോഗിൻ ചെയ്യാണ്. ഒരു മൊബൈൽ നമ്പർ കൊടുത്ത് അതിലേക്ക് ഒരു OTP വരും. അത് ത്രൂ നമ്മളിത് ലോഗിൻ ചെയ്യാൻ പോവാണ്. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ കൊടുക്കുന്നു. ദെൻ ഈ ക്യാപ്ച നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കും. OTP നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലേക്ക് കയറുന്നു. ഫോം 6 ആണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. ഇവിടെ കാണാൻ നമുക്ക് ഫിൽ ഫോം 6. ആ ഫിൽ ഫോം 6 എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമുക്ക് കുറേ ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ചിട്ടുണ്ടാവും. ആദ്യമേ തന്നെ നമ്മൾ ഏതാണ് സ്റ്റേറ്റ്, ഇവിടെ കണ്ടോ സെലക്ട് സ്റ്റേറ്റ്, അത് ഏതാണ് സ്റ്റേറ്റ് എന്ന് സെലക്ട് ചെയ്യുക. ദെൻ ഏത് ജില്ലയിലാണോ, ഏത് ജില്ല, ഞാൻ പാലക്കാട് ജില്ലയാണ്. സോ ഏതാണെങ്കിലും നിങ്ങൾ ഏത് ജില്ലയാണെങ്കിലും അത് സെലക്ട് ചെയ്യുക. ദെൻ നിങ്ങളുടെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഏത് നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണോ അതിൻ്റെ സെലക്ട് ചെയ്യുക, അത് സെലക്ട് ചെയ്യുക. ഓക്കെ, ദെൻ ഈ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ദെൻ താഴെ പോവുക. നെക്സ്റ്റ് ബട്ടൺ കാണും ഇവിടെ. ഇത് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നെക്സ്റ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. എന്താണ് നിങ്ങളുടെ ഫസ്റ്റ് നെയിം? ഈ സർനെയിം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇനീഷ്യൽ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഏതാണോ നിങ്ങളുടെ പേര്, നെക്സ്റ്റ് ഇനീഷ്യലായിട്ട് സർനെയിം കൊടുക്കാം. ദെൻ നമ്മൾ ഈ പേര് മേലെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുമ്പോൾ താഴെ ഈ ഒരു ബട്ടൺ ഇവിടെ മലയാളം ഓട്ടോമാറ്റിക്കലി വരും. അതുപോലെ തന്നെ ഇവിടെയും വരും. നമുക്ക് എന്തെങ്കിലും കറക്ഷൻ ചെയ്യണമെങ്കിൽ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ, ഞാനിപ്പോൾ പേരൊന്നും കൊടുക്കാത്തതുകൊണ്ട് ഈ കീപാഡ് വരുന്നില്ല. എന്തായാലും നിങ്ങൾ കൊടുക്കുമ്പോൾ ഈ പേര് കൊടുത്തു കഴിഞ്ഞിട്ട് താഴെ വരുമ്പോൾ ഇതിൽ ഓട്ടോമാറ്റിക് വന്നതിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ത്രൂ അത് കറക്റ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ബട്ടൺ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോ അപ്ലോഡ് ചെയ്യുക എന്ന് വെച്ചാൽ അതിൻ്റെ മിനിമം സൈസ് എന്ന് പറയുന്നത് അവർ പറയുന്ന സൈസിൽ തന്നെ അപ്ലോഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് അവൈലബിൾ ആയിട്ട് വരില്ല. ദെൻ മിനിമം അവർ പറഞ്ഞൊരു സൈസ് എന്ന് പറയുന്നത് 4.5 സെൻറ്റിമീറ്ററിനും 3.5 സെൻറ്റിമീറ്ററിനും നീളവും വീതിയും കാണിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതായത് 2 MB താഴെയായിരിക്കണം ആ ഫോട്ടോയുടെ സൈസ് എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തു കഴിയുമ്പോൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് നമ്മൾ ആരുമായിട്ടുള്ള റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ വോട്ടർ പട്ടികയിൽ നമ്മൾ പേര് ചേർക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ റിലേഷൻ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഹസ്ബൻഡ് ആണെങ്കിൽ ഹസ്ബൻഡ്, ഫാദർ ആണെങ്കിൽ ഫാദർ, കല്യാണം കഴിയാത്തവരാണെങ്കിൽ ഫാദർ, മദർ, അങ്ങനെ അച്ഛൻ്റെയോ അമ്മൻ്റെയോ പേര് വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിൽ ഹസ്ബൻഡ് കൊടുക്കുക. ദെൻ അവരുടെ നെയിം കൊടുക്കുക, ഏതാണോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ നെയിം, ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ നെയിം ഇവിടെ കൊടുത്തു. ദെൻ സർനെയിം,
അതുപോലെ തന്നെ മേലെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു പേര് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ അത് മലയാളത്തിൽ ഓട്ടോമാറ്റിക് വരും. അതിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കീപാഡ് യൂസ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ബട്ടൺ ഇവിടെ കാണുന്നുണ്ട്. ആ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പോവുക. ദെൻ നമ്മൾ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ആണ് അടുത്തത് കൊടുക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് സെൽഫായിട്ട് ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ആ സെൽഫ് നമ്പർ കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിന്റെ നമ്പർ കൊടുത്തിട്ട് റിലേറ്റീവ് ആ ഒരു ഇത് കൊടുക്കുക. ഏതാണെങ്കിലും മൊബൈൽ നമ്പർ. ദെൻ ഏതാണ് സെൽഫ് ആണെങ്കിൽ സെൽഫ് കൊടുക്കുക. അതിലേക്ക് OTP ഒക്കെ വരും. 2 to 3 ടൈംസ് OTP വരും. സോ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ നിങ്ങൾ കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് സെൽഫായിട്ട് ഒരു ഇമെയിൽ ID ഉണ്ടെങ്കിൽ സെൽഫായിട്ട് ഒരു ഇമെയിൽ IDയും ഇവിടെ കൊടുക്കുക. നെക്സ്റ്റ് ഈ പേജ് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണേ, അതിൽ ഒരു 2 to 3 ടൈംസ് പാസ്വേഡ് OTP വരും. സോ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു OTP ഒക്കെ വരാൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ തന്നെ കൊടുക്കണേ. ദെൻ നമ്മൾ ആധാർ ഡീറ്റെയിൽസ് ആണ്. നെക്സ്റ്റ് നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. എല്ലാവർക്കും ആധാർ കാർഡ് ഒക്കെ ഉണ്ടാകുമല്ലോ. സോ ആധാർ കാർഡിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ആധാർ നമ്പർ എന്ന് പറഞ്ഞു കൊടുക്കുക. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ. ഇനി ഏതാണ് ജെൻഡർ, മെയിൽ ആണോ ഫീമെയിൽ ആണോ ഓർ തേർഡ് ജെൻഡർ ആണോ ഏതാന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഫില്ല് ചെയ്യാനുള്ള ഒരു പേജ് ആണ്. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാവർക്കും അറിയുന്നൊരു ഈസി ആയിട്ടുള്ള ഒരു ഇതല്ലേ. അപ്പൊ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതായത് ഈ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യണം. അതായത് സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇത് അപ്ലോഡ് ചെയ്യണം എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നത് SSLC സർട്ടിഫിക്കറ്റ് ആവാം, +2 സർട്ടിഫിക്കറ്റ് ആവാം. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രൂഫ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യണം. ഞാനൊക്കെ എൻ്റെ SSLC സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ് ഒന്നുകൂടെ ബെറ്റർ. SSLC സർട്ടിഫിക്കറ്റ് ഇവിടെ അപ്ലോഡ് ചെയ്യുക. അതിൻ്റെയും സൈസ് ഇവിടെ പറയുന്നുണ്ട്. 2 MB മാക്സിമം പറ്റുള്ളൂ. 2 MB താഴെയാണെങ്കിലും ഓക്കെ. 2 MB കൂടുതലായി പോകരുത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ ഇതെന്ന് പറയുന്നത് നമ്മുടെ പ്രസന്റ് അഡ്രസ്സ് ഫില്ല് ചെയ്യാനുള്ളൊരു പേജാണ്. നമ്മുടെ പ്രസന്റ് അഡ്രസ്സ് ഏതാന്ന് വെച്ചാൽ പണ്ട് നമ്മുടെ അച്ഛൻ്റെയോ അമ്മൻ്റെയോ വോട്ടർ പട്ടികയിലൊക്കെ നമ്മുടെ ഹൗസ് ഓർ ബിൽഡിംഗ് അതിനൊക്കെ നമ്പർ ഉണ്ടായിരുന്നു. നമ്മുടെ പഴയ വീടുകളുടെ ഫ്രണ്ടിലൊക്കെ ഒരു ഒട്ടിച്ചിട്ടുണ്ടാവും ഹൗസ് നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മുടെ അച്ഛൻ്റെയോ അമ്മൻ്റെയോ SIR ഫോം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് ചെയ്യാവുന്നതാണ്. ഏതാ വില്ലേജ് അതും ഇവിടെ താഴെ മലയാളം വരും കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇംഗ്ലീഷിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ പ്രോപ്പർ മലയാളം തന്നെയാണോ വരുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. ഓക്കെ. പോസ്റ്റ് ഓഫീസ് ഏതാണ്, പിൻകോഡ് ഏതാണ്, ദെൻ ഇവിടെ അതായത് റെസിഡൻസ്, പ്രൂഫ് ഓഫ് റെസിഡൻസ് ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഓക്കെ. ദെൻ നിങ്ങളൊരു ഡിസബിലിറ്റി പേഴ്സൺ ആണോ? ഡിസബിലിറ്റി പേഴ്സൺ അല്ലെങ്കിൽ നമുക്ക് ഈ ഫോം ഫില്ല് ചെയ്യേണ്ട കാര്യമേ ഇല്ല. സോ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളത് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. ദെൻ നെക്സ്റ്റ് പേജ് നമ്മുടെ അതായത് ഫാമിലി മെമ്പേഴ്സിൻ്റെയാണ്. അതായത് നമ്മളിപ്പോ ഹസ്ബൻഡിന്റെ ആണോ അച്ഛന്റെ ആണോ അമ്മയുടെ ആണോ ഏത് റിലേഷൻ വെച്ചിട്ടാണോ നമ്മൾ കൊടുക്കുന്നത് അത് വെച്ചിട്ടുള്ളതാണ് അവർ ചോദിക്കുന്നത്. നെയിം ഓഫ് ഫാമിലി മെമ്പർ. ഞാനിപ്പോൾ എൻ്റെ ഹസ്ബൻഡിന്റെ ആണെങ്കിൽ ഹസ്ബൻഡിന്റെ നെയിമാണ് ഇവിടെ കൊടുക്കേണ്ടത്. എന്നിട്ട് എന്താണ് റിലേഷൻ അത് ഇവിടെ കൊടുക്കണം. ഇവിടെ വന്നിട്ട് നമ്മൾ ആ ഹസ്ബൻഡിന്റെ വോട്ടർ ID നമ്പറാണ് ഈ എപ്പിക് നമ്പർ എന്ന് പറയുന്നത്. എപ്പിക് നമ്പർ എന്നുള്ളതിൽ ഹസ്ബൻഡിന്റെ വോട്ടർ ID നമ്പറാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്.
ദെൻ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് ഒരു ഡിക്ലറേഷൻ ഫോം ആണ്. അതായത് നമ്മുടെ വില്ലേജും സ്റ്റേറ്റും ജില്ലയും സെലക്ട് ചെയ്യുക. അതിൽ ഡിക്ലറേഷൻ ഫോം ആണ്. ഡിക്ലറേഷൻ ഫോമിൽ നമ്മൾ ഈ ഡിക്ലറേഷൻ ഫോമിന്റെ താഴെ കാണുന്ന ഈ ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ എന്ന് മുതലാണ് നമ്മൾ അവിടെ താമസമാക്കിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞ് പോയവരാണെങ്കിൽ അവിടെ നമ്മൾ എന്ന് മുതലാണ് താമസിക്കുന്നത്, ആ ഡേറ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ 2017 കല്യാണം കഴിഞ്ഞത് എന്നുണ്ടെങ്കിൽ ആ മാരേജ് ഡേറ്റ് ആണ് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ നമ്മൾ എവിടെയാണ് നമ്മുടെ സ്ഥലം കൊടുക്കുന്നു, ഇന്നത്തെ ഡേറ്റ് അതിൽ ഓട്ടോമാറ്റിക് വരും. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ താഴെ ഒരു ക്യാപ്ച കാണിക്കും. ഈ ക്യാപ്ച നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ്, എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്ന് പറയുന്നത്. ദെൻ നമുക്കിത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ വോട്ടർ പട്ടികയിൽ എങ്ങനെ നമ്മുടെ പേര് ചേർക്കാം എന്നുള്ളതിൻ്റെ വിശദീകരണം. നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഈസി ആയിട്ട് ചെയ്യാവുന്നതല്ലേ ഇതൊക്കെ. ഓക്കെ, എന്തായാലും വോട്ടർ പട്ടികയിൽ പേര് ഇല്ലാത്തവർ ഇത് ത്രൂ വോട്ടർ പട്ടികയിലൊക്കെ പേര് ആഡ് ചെയ്യുക. ഓക്കെ.